നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, അതായത് ശരീരത്തിൽ ചീത്ത കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ അവരെടുക്കേണ്ട ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ്. അപ്പോൾ അധികം നമ്മൾ വെയിറ്റുള്ള ആളുകൾ എടുത്ത് നോക്കുക. അപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ കൂടിയ വ്യക്തികളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിനകത്ത് കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി കൊളസ്ട്രോളൊക്കെ നോക്കുന്ന സമയത്ത് കൊഴുപ്പ് രണ്ട് രീതിയിലായിട്ട് നിങ്ങൾ കാണുന്നു. പ്രധാനമായിട്ട് നമുക്കറിയുന്നത് ഒന്ന് LDL-ഉം HDL-ഉം ആണ്. അതുപോലെ തന്നെ കാണിക്കുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞ കൊഴുപ്പ്. അപ്പോൾ അതും നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്ന കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്സ്. അത് കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതായത് ട്രൈഗ്ലിസറൈഡ്സ് കൂടുമ്പോഴാണ് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് ആളുകളിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പലരും ജസ്റ്റ് ഒന്ന് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. കാരണം ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് LDL എത്രയാണ്, HDL എത്രയാണെന്നൊക്കെ മനസ്സിലാക്കണം. കാരണം HDL കൊളസ്ട്രോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കുകയും HDL കൂട്ടുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾ കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക തടിച്ച വ്യക്തികളിലും നമ്മൾ കൊളസ്ട്രോൾ കാണും. അതായത് മെലിഞ്ഞ വ്യക്തികളിൽ കൊളസ്ട്രോൾ കാണില്ല എന്നല്ല, തടിച്ച വ്യക്തികളിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അവരിൽ എന്താണെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ മെലിഞ്ഞ ആളുകളിലും അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ശരീരത്തിലോട്ട് പിടിക്കുന്നില്ല. അത് പെട്ടെന്ന്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അവരുടെ ബോഡിയിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് വെസൽസിലാണെങ്കിലും ഇങ്ങനെ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടും. നമ്മൾ മെലിഞ്ഞിട്ടുള്ള ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്. മെലിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അറ്റാക്ക് വരുന്നു, മരിക്കുന്നു. അപ്പോൾ അതുവരെ അറിഞ്ഞില്ല കൊളസ്ട്രോൾ ഉള്ള കാര്യം. അങ്ങനെ നമ്മൾ ഒരുപാട് ന്യൂസസ് കേൾക്കാറുണ്ട്. അപ്പം മെലിഞ്ഞിരിക്കുന്ന വ്യക്തികളിലും കൊഴുപ്പ് കൂടുതലായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. നമ്മളെല്ലാം നെഗ്ലക്റ്റ് ചെയ്തിട്ടോ എനിക്ക് അസുഖമൊന്നും വരില്ല, എൻ്റെ ബോഡി എങ്ങനെയാണ്, എൻ്റെ ബോഡി എനിക്കധികം തടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ മടിക്കരുത്. ഈ മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും തന്നെ ഒരുപാട് അസുഖങ്ങളായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചില തൈറോയ്ഡ് പേഷ്യൻസിനൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് രോഗികളിൽ അവരിപ്പോൾ ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവരിൽ ഈ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പം അത് അവരുടെ ബോഡിയിൽ മെറ്റബോളിസം ചേഞ്ചസ് ആണ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നില്ല, അവർ ലിമിറ്റഡായിട്ട് മാത്രമേ കഴിക്കുന്നുള്ളെങ്കിലും അവരിൽ കൊളസ്ട്രോൾ അതുപോലെ തന്നെ തടിയൊക്കെ പെട്ടെന്ന് കൂടുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനവർ ആദ്യം തന്നെ തൈറോയ്ഡ് ഹോർമോൺസിനെ നോർമൽ ചെയ്യുക എന്നുള്ള കാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുള്ള മെഡിസിൻസ് കഴിക്കുകയും അതിനുള്ള ഡയറ്റ് എടുക്കുകയും അതുപോലെ തന്നെ വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ഈ ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ അവരുടെ ഈ തൈറോയ്ഡ് ഒരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവരിലും നമ്മൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഭയക്കേണ്ട ഒരാളല്ല. നമുക്ക് കൊളസ്ട്രോൾ വേണം, നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ വേണം, കൊഴുപ്പ് വേണം. അപ്പോൾ ഈ കൊഴുപ്പ് കൂടരുത്, അതായത് വലിയൊരു രീതിയിലോട്ട് അതിൻ്റെ റേഞ്ചസ് കാര്യങ്ങൾ മാറരുത്. ഇപ്പോൾ LDL കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്. എന്നാൽ HDL കൊളസ്ട്രോൾ നമുക്ക് കൂടുതലാവുകയാണ് വേണ്ടത്. അതാണ് നമ്മുടെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു LDL കൊളസ്ട്രോൾ വല്ലാണ്ട് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യും, തകരാറിലോട്ട് ലീഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുമ്പോഴും അത് കൂടുതലായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ അധികം ആളുകളെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാലൊക്കെയാണ് ഒട്ടുമിക്ക ആളുകളിലും ഈ ഒരു കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ പതിയെ പതിയെ സ്റ്റാർട്ടാവുന്നത്. അതായത് ഒരു 40 വയസ്സ് വരെയൊക്കെ അത്യാവശ്യം നമ്മൾ ശരീരം അനങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടൊരു 40 കഴിഞ്ഞാലൊക്കെ ആയിരുന്നു നമ്മൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ബോഡിയിലോട്ട് ആ കൊഴുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഒരു 40 എത്തുന്ന സമയത്താണ്. പക്ഷേ
ഇന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഏജിൽ തന്നെ ആളുകളിൽ നമ്മൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ 25 ഇയേഴ്സൊക്കെ ഉള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര നിസ്സാരമാക്കി വിടരുത്. അത് കൂടുകയും അല്ലെങ്കിൽ LDL കൂടുകയും HDL വല്ലാണ്ട് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ട്രൈഗ്ലിസറൈഡ്സ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഡയറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണോ ഷുഗർ പേഷ്യൻസ് ഫുഡ് കഴിക്കുന്നത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകളും ശ്രദ്ധിക്കണം. കാരണം എല്ലാം നമ്മുടെ ബോഡിയിലോട്ട് എത്തുമ്പം അത് ഫാറ്റായിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പോൾ നിങ്ങളിപ്പം ചോറ് കഴിക്കുന്നത് അല്ലെങ്കിൽ മധുരം കൂടിയ പലഹാരങ്ങൾ കഴിക്കുക, മധുരം കൂടിയ ചായ എടുക്കുക, ഇതൊക്കെ തന്നെ നിങ്ങളിൽ ഷുഗർ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇതൊക്കെ കൊളസ്ട്രോൾ മാറാനും, അതായത് ഈ ഷുഗർ ഡൈജസ്റ്റ് ആയിട്ട് അത് കൊഴുപ്പായിട്ടാണ് ബോഡിയിലോട്ട് മാറുന്നത്. അപ്പോൾ അത് കൊളസ്ട്രോൾ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയാണോ ഷുഗർ പേഷ്യൻസ് അവർ കാർബോഹൈഡ്രേറ്റ് കുറച്ചു ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് എടുക്കും, സെയിം അതുപോലെ തന്നെ ആയിരിക്കണം കൊളസ്ട്രോൾ പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ബോഡിയിൽ HDL കൊളസ്ട്രോൾ അഥവാ നല്ല കൊളസ്ട്രോളിനെ കൂട്ടിയെടുക്കണം. അപ്പോൾ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് ഫുഡുകൾ അല്ലെങ്കിൽ ബ്രെഡ് ഐറ്റംസ് അല്ലെങ്കിൽ ബൺ ഐറ്റംസുകളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോൾ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ എണ്ണക്കടികൾ കൂടുതലായിട്ട് കഴിക്കുക. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ പൊരിച്ചതും വറുത്തതും കഴിക്കുന്ന ആളുകളിലേ കൊളസ്ട്രോൾ വരുള്ളായിരുന്നു എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചോറ് കഴിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ കൂടുതലായിട്ട് പഞ്ചസാര എടുത്തു കഴിഞ്ഞാലും ഒക്കെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരുമിച്ചായിരിക്കണം. ശരിക്കും ഈ പറയുന്ന അസുഖങ്ങളെല്ലാം വരുന്നതിനുള്ള പ്രധാന കാരണക്കാരൻ അമിതമായിട്ട് എടുക്കുന്ന അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. അത് നമുക്ക് ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അമിതമായിട്ടാവുന്ന സമയത്താണ് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നത്. ഷുഗറാണ്. പിന്നെ ഫ്രൂട്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കുക. നമ്മൾ മധുരമുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. അത് ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാത്രം നിങ്ങൾ കഴിക്കുക. അല്ലാതെ ഒരുപാട് ദിവസങ്ങളിൽ അടുപ്പിച്ച് 3 നേരമൊക്കെ ഫ്രൂട്ട്സ് നല്ല മധുരമുള്ളവർ കഴിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അത് ഷുഗർ കൂട്ടും, അത് ചിലപ്പോൾ കൊളസ്ട്രോൾ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അസോസിയേറ്റഡ് ആണ്. ഷുഗറുള്ള ആളുകളിൽ കൊളസ്ട്രോളും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാക്കുക. അത് അവർ ക്യൂർ ചെയ്യാനും നല്ല പാടായിരിക്കും. അപ്പം ഫുഡിനകത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി എടുക്കാം, മധുരമല്ലാതെ ബ്ലാക്ക് കോഫി എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല മത്സ്യങ്ങൾ, omega-3 വേണം നമ്മുടെ ഹാർട്ടിന് പ്രൊട്ടക്ഷന്. അപ്പോൾ omega-3 റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ, ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക. ഫാസ്റ്റ് ഫുഡുകൾ അതുപോലെ റൈസ് കൊണ്ടുള്ള ഐറ്റംസുകളൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസ് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ചെയ്യുക. പിന്നെ അധികം പുളിയുള്ള ഫ്രൂട്ട്സുകളായിരിക്കണം കൂടുതലായിട്ടും കഴിക്കേണ്ടത്. അപ്പോൾ അതാണ് നിങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത്. ഇപ്പോൾ നെല്ലിക്ക കഴിക്കുന്നതും അതുപോലെ തന്നെ ബ്ലൂബെറി അങ്ങനെയുള്ള ബെറി ഫ്രൂട്ട്സുകൾ, സ്ട്രോബെറി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക. ഓറഞ്ച്, മുസമ്പിയൊക്കെ കഴിക്കുന്നതും പേരയ്ക്കൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്. അപ്പോൾ അത്തരം ഐറ്റംസുകൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കൊളസ്ട്രോളിൻ്റെ ഡയറ്റുള്ള ആളുകൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡയറ്റ് എടുക്കണം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.